ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം ഈസ് ശ്യാംലാൽ. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. ഗൈസ്, ഞാൻ ഇന്നലെ കണ്ടു നല്ല അടിപൊളി ഫിലിമാണ്. ഫിലിമിൻ്റെ പേര് ബാലൻ ദി ബോയ്. ഈ റിവ്യൂ കാണുന്നതിന് മുമ്പ് എല്ലാവരും തന്നെ ഇപ്പം തന്നെ ടിക്കറ്റ് എടുക്കുക, ബുക്ക് ചെയ്യുക, പോയി കാണുക. നിങ്ങൾ എന്തായാലും ഇത് എൻജോയ് ചെയ്യും. ഓക്കെ, റിട്ടേൺ ബൈ ജിത്തു മാധവ്, ഡയറക്റ്റഡ് ബൈ ചിദംബരം. ഓക്കെ, ഷൈജു ഖാലിദിൻ്റെ സൂപ്പർ ക്യാമറ വർക്കുള്ള ടോപ്പ് നോച്ച് പെർഫോമൻസ് കൊണ്ട് അടിച്ച് കയറിയ നല്ല സൂപ്പർ പിക്ചറാണ്. കാസ്റ്റിങ്ങും മ്യൂസിക് ബൈ സുഷീൻ ശ്യാം. മാൻ ബോയ്, വട്ട എന്ത് പറയാൻ വാക്കുകളില്ല. അതുപോലെ ഇമ്മൻസീവായിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് തരുന്ന, അതായത് നമ്മൾ ആ സിനിമയ്ക്കകത്ത് ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ നമ്മുടെ നമ്മുടെ കാതുകളൊക്കെ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നത്. എന്ത് മ്യൂസിക്കാണ് ചെയ്ത് വെച്ചത്. നിങ്ങൾ മച്ചാൻ സൂപ്പറാണ് കേട്ടോ. പിന്നെന്താ പറയുക, ഇതിനകത്ത് ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ വളരെ ഇതിൻ്റെ USP ആയിട്ടുള്ള ഇതിൻ്റെ ഡയറക്ടർ, എഡിറ്റർ, പിന്നെ മ്യൂസിക് ഡയറക്ടർ, ഇവരെയൊക്കെ വെച്ച് നമ്മളെ തിയേറ്ററിലെ ആൾക്കാരെ കിട്ടുക. പിന്നെ പുതുമുഖങ്ങളുടെ ഒരു ടോപ്പ് പെർഫോമൻസ് നമ്മളെല്ലാവരും ഇങ്ങോട്ട് കാണിക്കുക, എന്നിട്ട് നമ്മൾ ഞെട്ടുക. ഇതാണ് ഇത് നടക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് പോലൊക്കെയുള്ള എന്ന് വെച്ചാൽ വളരെയധികം ഹൈ ഗ്രോസിങ്ങിലോട്ട് കയറാൻ വളരെ നല്ല ഹൈ പൊട്ടൻഷ്യൽ ഉള്ളൊരു സിനിമയാണ് ഇത്. പിന്നെ പെർഫോമൻസിന് അതിൽ ഒന്നും പറയാനില്ല. അതായത് ഇതിൻ്റെ മെയിൻ ക്യാരക്ടറായ ഫർസാനുണ്ട്. ഫർസാനൊക്കെ നല്ല ടോപ്പ് അഭിനയമാണ് ഇതിനകത്തുള്ളത്. പിന്നെ നമുക്ക് ട്രെയിലറിലൊക്കെ കാണാൻ നമ്മുടെ ചെറിയ ഒരു പയ്യനുണ്ട്, ആദിശേഷൻ. പിന്നെ മുഹമ്മദ് ഉണ്ട്. അങ്ങനെ അവരുടെ കാസ്റ്റിംഗ് തന്നെ ഇത് എവിടെ നിന്ന് കണ്ടുപിടിക്കുന്നത് നമുക്ക് വളരെ അത്ഭുതമാണ്. പിന്നെ ഇതിനകത്ത് ഒരാളുണ്ട്, ഒരമ്മച്ചിയുണ്ട്. അമ്മച്ചി ഒരു വീൽ ചെയറിലുണ്ട്, ഇരിക്കും, തോക്കെടുക്കും, തങ്കടിക്കും. ഇത് തന്നെ റിപ്പീറ്റ്. ഇരിക്കും, തോക്കെടുക്കും, തങ്കടിക്കും. ഇത് തന്നെ റിപ്പീറ്റ്. അത് നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. ഈ ക്യാരക്ടർ വളരെയധികം നമ്മൾ ജോണറൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഷിഫ്റ്റായി പോകുന്നു. നമ്മൾ ആദ്യം ഇത് കാണുമ്പോൾ അത് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ക്യാമറ ആംഗിൾസും ഇതിൻ്റെ ഒരു സ്ലോ പേസ് കാണുമ്പോൾ ഇതൊരു അവാർഡ് പടമാണോ അതോ അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നും. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒക്കെ ഇത് വളരെ സാഡായിട്ടൊരു മൂവിയാണോ എന്നൊക്കെ തോന്നും. പിന്നെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ ചിരിക്കാനുള്ള സാധനം വരുമ്പോൾ ഓക്കെ, ഇതൊരു ലൈവാണ്, നമ്മൾ എൻജോയബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഒരു ടോൺ അങ്ങോട്ട് മാറി വരും. പതുക്കെ ഒരു ത്രില്ലർ മോഡിലോട്ടൊക്കെ കടന്നു പോകും. പിന്നെ ഇതിനകത്ത് വേറെ എടുത്തു പറയേണ്ട രണ്ട് പേരുണ്ട്. ജീൻ പോൾ ലാൽ. ഇത് പുള്ളിക്കാരൻ എത്ര സിനിമയൊന്നും ഒരുപാട് ചെയ്യാത്തതെന്ന് നമ്മൾ ആലോചിക്കും. കാരണം അത്രയ്ക്ക് അടിപൊളി ഒരു സീനുണ്ട് മോനെ അതിനകത്ത്. നമ്മൾ എന്താ പറയുന്നത്, അത് എക്സ്പ്ലെയിൻ ചെയ്യണ്ട, അത് നിങ്ങൾ പോയി കണ്ടോ. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സീനാണ് പുള്ളിക്കാരൻ്റെ. അങ്ങനത്തെ ഒരു ഒരു ലൈനപ്പിലുള്ള ഒരു സാധനം നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ നമുക്ക് ടോവിനോടെ ഇപ്പോൾ ഈയിടെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്, വളരെ വൈറലായി. അതായത് ബോഡി ട്രാൻസ്ഫോർമേഷനൊക്കെ ചെയ്തു. പ്രോസ്റ്ററ്റിക്സൊക്കെയാണ്. പക്ഷേ പ്രോസ്റ്ററ്റിക്സൊക്കെ എത്ര വെച്ചാലും അതായത് നമ്മൾ ക്യാരക്ടറിൽ വരുന്ന, അഭിനയത്തിൽ വരുന്നൊരു മാറ്റമുണ്ട്. ഇപ്പം ടോവിനോടെ യൂഷ്വൽ ഒരു നായകനടൻ പാഠങ്ങൾ ചെയ്തു വരുന്ന ടോവിനോ അല്ല ഇതിനകത്തൊരു പക്ക ക്യാരക്ടറാണ്. അത് ആ പ്രദേശത്ത് താമസിക്കുന്ന അങ്ങനത്തെ ഒരാൾ എങ്ങനെയാണോ അതാണ് പുള്ളി ബിഹേവ് ചെയ്യുന്നത്. ആൻഡ് വി ഫീൽ ഇറ്റ് വെരി ക്ലോസ്ലി. അതാണ്. അതുകൊണ്ടാണ് ഇത് വളരെ വളരെ പെർഫോമൻസാണ്. എന്താ പറയുക, എല്ലാ ടെക്നിക്കൽ ആസ്പെക്ട്സും പിന്നെ ഹൈ എൻഡിൽ എല്ലാവരും മത്സരിച്ചാണ് ഈ പടത്തിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. ഡയറക്ടർ ആയിക്കോട്ടെ, ക്യാമറാമാനായിക്കോട്ടെ, റൈറ്റിങ്ങും ഇതുപോലൊക്കെ റൈറ്റ് മലയാളത്തിൽ ഇതൊക്കെ വരുള്ളൂ. അല്ലാതെ ഐ കനോട്ട് എക്സ്പെക്ട് എനിത്തിങ് എൽസ് ഫ്രം എനി അതർ ഇൻഡസ്ട്രീസ്. ഓക്കെ, ഇത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ഇത് പ്ലീസ് തിയേറ്ററിൽ പോയി കാണണം. കാണണം. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഇതിനെ നല്ലൊരു വിജയമാക്കണം എന്ന് തന്നെയാണ് ഞാൻ. പ്ലീസ്. ഓക്കെ, ബൈ.